എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബേക്കറി സ്റ്റൈലിലുള്ള ബനാന പഫ്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടൊരു പഫ്സിൻ്റെ റെസിപ്പിയാണ്. ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കുള്ള കുരു ഒന്ന് എടുത്ത് കളഞ്ഞിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഒരു പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് നെയ്യ് എടുക്കാവുന്നതാണ്. നെയ്യ് നന്നായിട്ട് ഒന്ന് ഒഴുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്കിനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് മുന്തിരിങ്ങ ചേർക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. മുന്തിരിങ്ങ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയോ അല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള ഒഴിച്ചൊന്ന് കുതിർത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. തേങ്ങയുടെ വെള്ളമായി ഒന്ന് പോകുന്ന വരെ ഒന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ചേർക്കാം. ഏത്തപ്പഴം ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റിന് കിട്ടുക. നമ്മുടെ സാധാരണ പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് അലിഞ്ഞു പോയിട്ട് വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ എപ്പോഴും ഏത്തപ്പഴം വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഏത്തപ്പഴം ചേർത്തതിന് ശേഷം ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് പഫ്സ് ആക്കുമ്പോൾ വീണ്ടും അത് കുക്കാവും. ഇനി എങ്ങനെയാണിത് പഫ്സ് ആക്കി എടുക്കുന്നത് നോക്കാം. പഫ്സ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് ഷീറ്റ് വേണം. പഫ് ഷീറ്റ് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഫ്രോസൺ സെക്ഷനിലാണ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് പഫ് ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പം ഫ്രോസൺ ആയിട്ടിരിക്കുന്ന പഫ് ഷീറ്റിനെ നമ്മൾ ഇതുണ്ടാക്കുന്നതിന് ഒരു 3-4 മണിക്കൂർ മുന്നേ എങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ട് നോർമലാക്കണം. അതിനുശേഷം ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പം ഒരുപാട് ബലം പ്രയോഗിക്കരുത്. അപ്പോൾ നമുക്ക് പഫ്സ് എഗ് പഫ്സ് ആണെങ്കിലും അതുപോലെ മീറ്റ് പഫ്സ് ആണെങ്കിലും ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് അങ്ങ് കട്ടി കുറച്ച് പരത്തരുത്, എന്നാൽ അതൊന്ന് വലുതാവുകയും വേണം. അതുപോലെ ഒരുപാട് ബലം പ്രയോഗിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇതിനെ ഇനി നമുക്കൊന്ന് 3ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതേ സമയം തന്നെ നമ്മൾ അവൻ പ്രീ ഹീറ്റിനായിട്ട് വെച്ചിട്ടുണ്ട്. അവനിലല്ലാതെ നിങ്ങൾക്ക് സാധാരണ കേക്ക് കുക്കറിലൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെയും ഇത് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ ഓവനില്ലാതെയും പഫ്സ് ഉണ്ടാക്കുന്ന രീതി ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേ രീതിയിൽ തന്നെ ഇതും ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രികോണ ഷേപ്പിലൊക്കെ മടക്കിയെടുക്കാവുന്നതാണ്. അതിൻ്റെ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ട്രേയിലേക്ക് നിരത്തി കൊടുക്കാം. നമ്മളിത് അവനിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഒരു ട്രേയിൽ നിരത്തി കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 7 പഫ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഷീറ്റ് ഞാൻ 4ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുകളിലായിട്ട് കുറച്ച് പാലോ അല്ലാന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞയോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ആയി കിടക്കുന്ന അവനിലേക്ക് വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. സെറ്റിങ്സ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ പുതിയ അവനാണ്. അപ്പം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 കോയിലും ഹീറ്റാക്കുന്ന ഓപ്ഷനും അതുപോലെ തന്നെ 200 ഡിഗ്രിയുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം 15 മിനിറ്റ് വെച്ചിട്ടൊന്ന് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സമയം ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഈ പഫ്സിൽ പാലാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമാകില്ല. മുട്ടയുടെ മഞ്ഞ ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഒരു 20 മിനിറ്റ് എടുത്തു ഇത് മൊത്തത്തിൽ ബേക്കായി വരാനായിട്ട്. അപ്പോൾ നമ്മുടെ പഫ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ചൂടോടുകൂടി കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് തണുത്തിട്ട് ഇത് കഴിക്കുന്നതാണ് നല്ലത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ഉള്ള നല്ല ഒരു പഫ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്